Welcome to CC Seba Campus. എൻ്റെ പേര് ജിംന. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇലോൺ മസ്ക് എക്സിൽ കൊണ്ടുവന്നിരിക്കുന്ന ഒരു അപ്ഡേഷനെ പറ്റിയിട്ടാണ്. അതായത് ഇഷ്ടമില്ലാത്തവരെ തങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും വിലക്കം ചെയ്യുന്നതിനുള്ള ഒരു സുരക്ഷാ ഫീച്ചറാണ് ബ്ലോക്ക് ചെയ്യുന്നതിനും അൺബ്ലോക്ക് ചെയ്യുന്നതിനുള്ള ഒരു സൗകര്യം. അത് ഇപ്പോൾ ഫേസ്ബുക്ക്, ട്വിറ്റർ പോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ ഇപ്പോൾ ആ ഒരു സംവിധാനം നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഇതിനൊക്കെയുള്ള ഒരു വിവാദകരമായിട്ടുള്ള ഒരു അപ്ഡേഷൻ കൊണ്ടാണ് ഇലോൺ മസ്ക് വന്നിരിക്കുന്നത്. അതെന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം പണ്ട് ട്വിറ്ററിലൊക്കെ ഒരു അക്കൗണ്ടിനെ ബ്ലോക്ക് ചെയ്യുന്നതിനും അതേപോലെ തന്നെ ആ ബ്ലോക്ക് ചെയ്തിട്ടുള്ള അക്കൗണ്ടിലുള്ള പോസ്റ്റുകൾ പിന്നീട് കാണാതിരിക്കുന്നതിനുള്ളൊരു സുരക്ഷാ ഫീച്ചർ ഉണ്ടായിരുന്നു. അതായത് ഒരു ബ്ലോക്ക് ഫീച്ചർ ഉണ്ടായിരുന്നു. എന്നാൽ ആ ഒരു ബ്ലോക്ക് ഫീച്ചർ ഇപ്പോൾ നീക്കം ചെയ്യാനായിട്ട് പോവുകയാണ്. അതായത് എക്സിൽ നിന്നും ബ്ലോക്ക് ഫീച്ചർ നീക്കം ചെയ്യാൻ പോവുകയാണെന്നും അതേപോലെ തന്നെ ഒരു ഡയറക്റ്റ് മെസ്സേജ് ആ ഒരു സംവിധാനം അതേപോലെ തന്നെ നിലനിർത്താൻ പോവുകയാണെന്നുള്ള ഒരു അപ്ഡേഷനാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റുകളിൽ വരുന്നിട്ടുള്ളത്. പക്ഷേ ഇതിന് പകരമായിട്ട് അക്കൗണ്ടുകളെ മ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ ഈ മ്യൂട്ട് ചെയ്തിട്ടുള്ള അക്കൗണ്ടിൽ നിന്നുള്ള പോസ്റ്റുകൾ പിന്നീട് കാണാനായിട്ട് പറ്റില്ല. ഇങ്ങനെയൊരു അപ്ഡേഷനാണ് അദ്ദേഹം കൊണ്ടുവരാനായിട്ട് പോകുന്നത്. പക്ഷേ ഈ ബ്ലോക്ക് ഫീച്ചർ എക്സിൽ നിന്ന് നീക്കം ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ഗൂഗിൾ പ്ലേ സ്റ്റോർ അതേപോലെ തന്നെ ആപ്പിളിൻ്റെ ആപ്പ് സ്റ്റോറിലൊക്കെ അവരുടെ നിബന്ധനകൾക്ക് ഇത് വിരുദ്ധമായിട്ട് മാറാൻ പോവുകയാണ്. അതായത് ഇപ്പോൾ യൂസർ ജനറേറ്റഡ് ഉള്ളടക്കമുള്ള ആപ്ലിക്കേഷനിലൊക്കെ ഒരു ബ്ലോക്ക് ഫീച്ചർ, അതായത് അവരുടെ ഉപഭോക്താക്കളെ ബ്ലോക്ക് ചെയ്യാനുള്ള ഒരു ഫീച്ചർ ഉണ്ടായിരിക്കണം എന്നാണ് ഗൂഗിൾ പ്ലേ സ്റ്റോർ അതേപോലെ തന്നെ ആപ്പ് സ്റ്റോറൊക്കെ കൊണ്ടുവന്നിട്ടുള്ള ഒരു നിബന്ധന. പക്ഷേ ഈ നിബന്ധനകൾക്കൊക്കെ ഈ എലോൺ മസ്കിൻ്റെ അപ്ഡേഷൻ വിരുദ്ധമായിട്ട് മാറാൻ പോവുകയാണ്. അപ്പോൾ ഇതാണ് എന്ന് പറയുന്ന അപ്ഡേഷൻ. അപ്പോൾ ഇതേപോലുള്ള ന്യൂ അപ്ഡേഷൻസ് ആയിട്ട് നമ്മൾ ഈ ചാനലിൽ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം. താങ്ക് യു.